ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ പരിസര പഠനം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ 2025 നമുക്ക് ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 4ാം ക്ലാസ്സിലെ ബുക്ക് മാറിയിട്ടുണ്ട്. അതിൽ EVS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. പരിസര പഠനം മലയാളം മീഡിയത്തിലാണ് കേട്ടോ. നോക്കാം എന്താണ് നോക്കുക. ഇവിടെ കുറച്ച് ചിത്രമുണ്ട് അല്ലേ. ഒരു ചിത്രമുണ്ട്. അതിൽ താഴെയുള്ള ചിത്രത്തിൽ കാണുന്ന ജലജീവികളെ മനസ്സിലാക്കുക. ഇവ എവിടെയാണ് സാധാരണയായി കാണപ്പെടുന്നതെന്നും അവയുടെ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകതകളൊക്കെ എഴുതാം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വീടിന് സമീപമുള്ള ഒരു പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെക്കുറിച്ച് 5 വാക്യങ്ങളിൽ വിവരിക്കാനാണ്. അവിടെ കാണുന്ന സസ്യങ്ങളും ജീവികളും ഏതൊക്കെയാണ്? എന്താണ് നിങ്ങളുടെ വീടിന് സമീപമുള്ള ഒരു പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെക്കുറിച്ച് 5 വാക്യങ്ങളിൽ വിവരിക്കുക. അവിടെ കാണുന്ന സസ്യങ്ങളും ജീവികളും ഏതൊക്കെയാണ് ചോദിച്ചത് എഴുതുക. നെക്സ്റ്റ് നോക്കൂ 3, മരുഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു സസ്യത്തിൻ്റെ ചിത്രം വരയ്ക്കുക. ആ സസ്യം എങ്ങനെ മരുഭൂമിയിൽ സാഹചര്യങ്ങൾ അതിജീവിക്കുക എന്ന് 2 വാക്യങ്ങളിൽ എഴുതുക. എന്താണ് മരുഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു സസ്യത്തിൻ്റെ ചിത്രം വരയ്ക്കുക. നിങ്ങൾ ഇഷ്ടമുള്ളൊരു സസ്യത്തിൻ്റെ ചിത്രം വരയ്ക്കുക. ആ സസ്യം എങ്ങനെ മരുഭൂമിയിൽ സാഹചര്യങ്ങൾ അതിജീവിക്കുക എന്ന് 2 വാക്യങ്ങളിൽ എഴുതുക. നമുക്കറിയാം മരുഭൂമിയിൽ വെള്ളമില്ലാത്തൊരു ഏരിയ ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ നിൽക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് എഴുതുക. 4 എന്താണ് ചുവടെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥകളെ താഴെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തി എഴുതുക. തുടർന്ന് ആ ജീവിക്ക് ആ ആവാസ വ്യവസ്ഥ എങ്ങനെ അനുയോജ്യമാണ് എന്ന് 2 വാക്യങ്ങളിൽ വിശദീകരിക്കുക. എന്താണ് ചുവടെ നൽകിയിരിക്കുന്ന ജീവികൾ? അവിടെ ഒട്ടകം, മത്സ്യം, കുരങ്ങ്, പുലി അല്ലേ. അനുയോജ്യമായ ആവാസ വ്യവസ്ഥകളെ താഴെ കൊടുത്തവയിൽ നിന്ന് കൊണ്ടുപോകുക. വനമേഖല, മരുഭൂമി, നദി, കടത്ത് എന്താണ് ഫില്ല് ചെയ്യാനാണ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കണ്ടെത്തി എഴുതാൻ. തുടർന്ന് എന്താണ് ആ ജീവിക്ക് ആ ആവാസ വ്യവസ്ഥ എങ്ങനെ അനുയോജ്യമാണ് എന്ന് 2 വാക്യങ്ങളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയ ഒട്ടകം എവിടെയാണ്? മരുഭൂമിയിൽ അല്ലേ. മത്സ്യം എവിടെയാണ്? നദിയിൽ അല്ലേ. കുരങ്ങ് എവിടെയാണ്? കാടുകൾ നിറഞ്ഞ മലനിരകളിൽ അല്ലേ. പുലി എവിടെയാണ്? വനമേഖലയിൽ. ഓക്കെ. ഇനി എന്താണ് ആ ജീവിക്ക് അല്ലേ, ഇവർക്കൊക്കെ എങ്ങനെയാണ് അവിടെ ആ ആവാസ വ്യവസ്ഥ അനുയോജ്യമാണെന്നുള്ളത് പറയാം. ഒട്ടകത്തിന് എങ്ങനെയാണ് മരുഭൂമി ആവാസ വ്യവസ്ഥ എങ്ങനെയാണ് അനുയോജ്യമെന്നും, അതുപോലെ മത്സ്യത്തിന് നദി എങ്ങനെയാണ് ആവാസ വ്യവസ്ഥ അനുയോജ്യമെന്നും, കുരങ്ങനും അതുപോലെ എന്താണ് പുലിക്കൊക്കെ എങ്ങനെയാണ് ആ ആവാസ വ്യവസ്ഥ അനുയോജ്യമെന്ന് 2 വാക്യത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ 5, താഴെ പറയുന്ന സാഹചര്യങ്ങളുടെ കാരണം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചെറുകുളം സമ്പൂർണ്ണമായി മാലിന്യത്താൽ മൂടി. എന്താണ് സാഹചര്യ കാരണം കണ്ടെത്തി എഴുതാൻ അല്ലേ. അപ്പോൾ ചെറുകുളം സമ്പൂർണ്ണമായി മാലിന്യത്താൽ മൂടി. എന്താ സംഭവം ഉണ്ടായതിൻ്റെ കാരണം എന്താണ്? എല്ലാവരും കൊണ്ട് എന്താണ് വേസ്റ്റ് കൊണ്ടിട്ടിട്ട് അല്ലേ, മാലിന്യം കൊണ്ടിട്ടിട്ട്. ഫലങ്ങൾ എന്താണ്? നല്ല ശുദ്ധമായ വെള്ളം എന്താണ് കേടുവന്നല്ലേ. അതിൻ്റെ പരിഹാര മാർഗം എന്താണ്? അവിടെ വൃത്തിയാക്കുക. അത് നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക കേട്ടോ. നിങ്ങളുടെ സ്കൂൾ പരിസരം മാലിന്യമുക്തമാക്കാൻ നിങ്ങൾ ചെയ്യാവുന്ന 3 കാര്യങ്ങൾ എഴുതി വിശദീകരിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ പരിസരത്ത് മാലിന്യം ഇല്ലാതാക്കാൻ നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞത്. 3 കാര്യങ്ങൾ. പിന്നെ അടുത്ത 7ാമത്തെ നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 ജീവികൾ എവിടെ പാർക്കുന്നു എന്ന് കണ്ടെത്തുക. അവയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്തെന്നു താഴെ തന്നിരിക്കുന്നത് പോലെ പട്ടിക പൂർത്തിയാക്കുക. ഇപ്പോൾ ജീവി കുരങ്ങാണ്, ആവാസ വ്യവസ്ഥ വനാണ്, ആഹാരം പഴമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 ജീവികൾ കുരങ്ങിൻ്റെ തന്ന് കണ്ടില്ല, അതേപോലെ ആ ജീവിന് ആവാസ വ്യവസ്ഥ എവിടെയാണ്, എന്തായാലും ആഹാരം എന്നുള്ളതും എഴുതിയിട്ട് നിങ്ങൾ എന്താക്കുക പട്ടിക പൂർത്തിയാക്കുക. ഓക്കെ. 3 ജീവികളെ പേര് എഴുതണേ. ഓക്കെ. നെക്സ്റ്റ് 8ാമത്തെ, ജലം മലിനമാകുമ്പോൾ ഒരു മത്സ്യത്തിനുണ്ടാകുന്ന അനുഭവം. ഒരു മത്സ്യവും മനുഷ്യനും പരിസ്ഥിതി ശാസ്ത്രജ്ഞരും തമ്മിലുള്ളൊരു സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 ആളും കൂടി തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നന്നായി ചാപ്റ്ററൊക്കെ പഠിച്ചിട്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത്, കാണാപ്പാടല്ല വേണ്ടത്. ഓക്കെ. ഓരോന്നും മനസ്സിലാക്കുക. ചിലത് എന്താണ് നമുക്ക് ഇതുണ്ടാവും, എന്ത് കാണാപ്പാടം പഠിക്കാനുണ്ടാവും ചില ഇതൊക്കെ അല്ലേ, അതായത് ഡേറ്റുകൾ അതുപോലെ ചില ഇതൊക്കെ കാണാപ്പാടം ഉണ്ടാവും. പക്ഷേ ചാപ്റ്റർ മനസ്സിലാക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ. താങ്ക് യു.